ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും മോംസ് ഹാബിറ്റ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് രണ്ട് ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കുറച്ച് കണവ വീട്ടിലിരിപ്പുണ്ടായിരുന്നു, അതൊന്ന് റോസ്റ്റാക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ്. അപ്പോൾ ഇഞ്ചി, പച്ചമുളക്, തക്കാളി, സവാള ഇതെല്ലാം എടുത്ത് ഒന്ന് അരിഞ്ഞ് പെറുക്കി അതിനൊന്ന് വഴറ്റി കണവയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് പിന്നെ ഒരു കത്തിരിക്ക ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് മസാല ഒന്ന് പുരട്ടി ഫ്രൈ ചെയ്തെടുത്തായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ കണവ റെഡിയായത് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല, ഇത്രയും സംഭവം ഒന്ന് ഇട്ട് കൊടുക്കണം. പെരിഞ്ചീരക പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കണേ. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞ് കുറച്ച് രമ്പയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്നുകൂടി ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ കണവ ഒന്ന് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്, നല്ല പറ്റി കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞതോ ഈ ഭാഗമാണ് ക്ലീൻ ചെയ്യാനുള്ളത്. ഒരുപാടൊന്നുമില്ല, അത് ഇത്രയേ ഉള്ളൂ. പക്ഷേ കണ്ടാൽ ഒന്നും തോന്നില്ല, പക്ഷെ നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേശ്ശെ സാധനങ്ങളുണ്ടായിരുന്നു, അതൊക്കെ തട്ടി മാറ്റി വെച്ചിട്ട് അതിനെയൊക്കെ കഴുകി ഇങ്ങ് മേളിൽ കൊണ്ടുവന്ന് വയ്ക്കാം. നല്ല വെയിലുണ്ടായിരുന്നല്ലോ, അപ്പോൾ വയ്ക്കാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ മേളിൽ ഞാൻ കുറച്ച് വിറക് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് വിറക് പിറകെ എടുത്തു, പക്ഷേ ക്ലീൻ ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എനിക്ക് മുഴുവൻ ക്ലീൻ ചെയ്യാനുള്ള സമയമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സംഭവം ഈ ബോട്ടിൽസൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് കണക്കാക്കി ക്ലീൻ ചെയ്തിട്ട് ബാക്കി പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് ബോട്ടിലൊക്കെ ഒന്ന് കമഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടെറസിലെന്ന് പറഞ്ഞാൽ സൈഡ് വളമൊന്നും കെട്ടിയിട്ടില്ല കേട്ടോ. കുറച്ച് വർഷമായി പണിയൊക്കെ കഴിഞ്ഞിട്ട്, ഇനി ഒന്നേന്ന് തുടങ്ങണം. കുറേയൊക്കെ ഇടിഞ്ഞ് അവിടെ അവിടെയായിട്ട് ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടപ്പുണ്ട്, അതെല്ലാം ഒന്ന് സെറ്റാക്കണം. കണ്ടോ, ഇതാണ് നമ്മുടെ ടെറസ്. അപ്പുറത്തുള്ളത് എൻ്റെ കുഞ്ഞുമ്മയുടെ വീടാണ്. അത് കഴിഞ്ഞ് ബോട്ടിൽസ് എല്ലാം വെച്ചിട്ട് പിന്നെ ഞാൻ താഴേക്ക് പോയി നമ്മുടെ സൈഡിലോട്ട് ഞാൻ കുറച്ച് കത്തിരിക്കയും പച്ചമുളകും ഒക്കെ ഒന്ന് നട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പച്ചമഞ്ഞൾ അങ്ങനെയൊക്കെ കുറച്ച് നട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഞാൻ വീട്ടിനകത്ത് അടുക്കളയിലോട്ടാണ് പോയത്. ഉച്ചയൂണും കൂടെ റെഡിയാക്കി വെച്ചിട്ട് വേണം എനിക്ക് മോനെയും കൊണ്ട് കൺസ്ട്രക്ഷൻ എടുക്കാൻ പോകാനുള്ളത്. അപ്പോൾ കുറച്ച് കീര ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് വെള്ള കാന്താരിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വെച്ചു. അത് കഴിഞ്ഞ് മീൻ കറിയും സെറ്റാക്കി. പിന്നെ റൈസ് കുക്കറിൽ ചോറിട്ടിട്ടുണ്ടായിരുന്നു, അതും വടിച്ച് വെച്ചിട്ട് പിന്നെ നേരെ പോയായിരുന്നു. പോയ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ പോയ കാര്യം പെട്ടെന്ന് റെഡി ആയതുകൊണ്ട് തന്നെ അടുത്തുള്ളൊരു ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് മോനും ഞാനും കൂടെ മിനി ഷാർജ എന്ന് പറഞ്ഞിട്ട് 2 ഷാർജ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 25 രൂപയേ ഉള്ളൂ. മിനി ഷാർജ എന്ന് ചെറുതാണ്. അപ്പോൾ ഈ സംഭവത്തിൻ്റെ പേര് കുറച്ച് മുമ്പ് വരെ എൻ്റെ വായിലുണ്ടായിരുന്നു, പക്ഷെ മറന്നുപോയി. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടണേ. അത് മോന് വേണമെന്ന് പറഞ്ഞ് വാങ്ങിയതാണ്, പക്ഷേ അവന് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് എനിക്ക് പകുതി തന്നു. പിന്നെ പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ, കളയുന്ന എന്തിനാണെന്ന് വെച്ച് കഴിച്ചു. പിന്നെ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ബസ് ഉടനെ കിട്ടി. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന റോഡാണേ. അങ്ങനെ നമ്മുടെ വീട്ടിൽ വന്നു. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നേരെ ബോട്ടിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കയറിയായിരുന്നു. നോക്കിയപ്പോൾ കുറേയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. നേരത്തെ വെച്ചതിനേക്കാളും കുറച്ചുകൂടെ ബോട്ടിൽസ് ഉണ്ട്, അതായത് കുറച്ച് ബോട്ടിലൂടെ ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. അതും കൂടെ കഴുകി കമിഴ്ത്തിയിട്ടാണ് ഞാൻ പോയത്. പിന്നെ വന്ന് കുപ്പി ഗ്ലാസും ജ്യൂസ് ഗ്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുമെല്ലാം പെറുക്കിയെടുത്തു. പിന്നെ നമ്മുടെ മിക്സി എന്ന് പറഞ്ഞാൽ ഇച്ചിരി പഴക്കമുള്ള മിക്സിയാണ്, 10-15 വർഷം പഴക്കമുള്ള മിക്സിയാണ്. അതിൻ്റെ ജാറൊക്കെ തൊലഞ്ഞു പോയി. അപ്പോൾ അതിൻ്റെ മിക്സിയുടെ പുറം വേറെ ജാറ് വാങ്ങി അത് വെച്ചപ്പോഴുണ്ട് അതങ്ങ് ഉരുകി അങ്ങ് സ്റ്റക്കായിരുന്നു. പറ്റിയ പാടാണത്. അങ്ങനെ ആയിപ്പോയതാണ്. വലിച്ചിളക്കിയപ്പോൾ അതെല്ലാത്തോടെ ഇളകി പോകുന്നായിരുന്നു. അപ്പോൾ അങ്ങനെ പറ്റിയതാണ്. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, മുളക്, മല്ലിയൊക്കെ. അതൊക്കെ പൊടിച്ച് കൊണ്ടുവന്നു. അതൊക്കെ ബോട്ടിലാക്കി. പിന്നെ കടുക്, ഉലുവ അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ബോട്ടിലാക്കി നമ്മുടെ ബോട്ടിൽ വയ്ക്കുന്ന ആ സംഭവത്തിൽ അടുക്കി പിറക്കി സെറ്റാക്കിയായിരുന്നു. കുപ്പി ഒരു സെക്ഷൻ, ബോട്ടിൽ ഒരു സെക്ഷൻ, അങ്ങനെയാണ് വെച്ചത്. ഇതാണ് കുപ്പി. അപ്പുറത്തിരിക്കുന്നത് ബോട്ടിൽ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനലി എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായല്ലോ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.